നമസ്കാരം. പിണറായി മുൻ മന്ത്രിയെ പുറത്താക്കി. മിണ്ടരുതെന്ന് മുഖ്യന്റെ തിട്ടൂരം. എവിടെയാണ് മുഖ്യമന്ത്രി ഇടപെടാതിരിക്കുന്നത്? പാർട്ടിയുടെ ആണെങ്കിലും സർക്കാരിൻ്റെ ആണെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടും. പാർട്ടി സെക്രട്ടറിക്ക് അടക്കം തിട്ടൂരം നൽകുന്നതും മന്ത്രിസഭയിലെ മന്ത്രിമാർക്കടക്കം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും മുഖ്യമന്ത്രി ഒരു ശീലമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയുവാൻ കാരണം, കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം AK ബാലൻ മുന്നോട്ടിട്ടു. AK ബാലൻ മുൻ മന്ത്രി കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ വാദത്തിനെ നഖശിഖാന്തം എതിർക്കുകയാണ് CPM. പിണറായി മിണ്ടരുത് എന്നാണ് AK ബാലനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു തിട്ടൂരം ഏർപ്പെടുത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി പറഞ്ഞാൽ AK ബാലനെ പോലൊരു മുൻ മന്ത്രിയെ പുറത്താക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. CPMന്റെ നയമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചെന്നുള്ള പ്രസ്താവന, ആ പ്രസ്താവന AK ബാലൻ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്കെതിരായിട്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത മാറാട് കലാപത്തെ CPM ഉപയോഗിക്കുന്നത് അപകടകരമാണ് എന്നാണ് പറയുന്നത്. AK ബാലനെ അഭിനവ ഗീബൽ സാഗരത് എന്ന് P മുജീബ് റഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്, പറയുന്നു. സത്യത്തിൽ AK ബാലൻ ഇപ്പോൾ നൽകിയത്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് അടിക്കാൻ നൽകുന്ന ഒരു വടിയാണ് ഇപ്പോൾ AK ബാലൻ കയ്യിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് AK ബാലനെ പുറത്തേക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് CPM എത്തുന്നത് എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ UDFന് ആയുധമായിട്ട് CPM നേതാവ് AK ബാലന്റെ പ്രസ്താവന വരുമ്പോൾ, UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള പ്രസ്താവനയാണ്, AK ബാലന്റെ ഈ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ പ്രസ്താവന ആയുധമാക്കി UDF ഇതിനോടകം തന്നെ അവരുടെ അംഗം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒക്കെ ഈ വിവാദത്തെ കത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അതേസമയം ബാലൻ നടത്തിയത് വർഗീയ പരാമർശമാണ് എന്ന് ആരോപിച്ച് ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വരവും ഈ രംഗത്തെ കൊഴുപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ചു മാപ്പ് പറയണം. ഒരാഴ്ചക്കകം പ്രസ്താവന പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുകയാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരവും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനയ്ക്ക് എതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റ് മതവിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് AK ബാലന്റെ ലക്ഷ്യമെന്ന് വക്കീൽ നോട്ടീസിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പുക്കുട്ടൂർ അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് AK ബാലന് ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കുമെന്നായിരുന്നു ബാലൻ പറഞ്ഞത്. 1ാം മാറാട്, 2ാം മാറാട്, തലശ്ശേരി കലാപത്തിന്റെ സമയങ്ങൾ അവർ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയവരാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അവിടെ ജീവൻ കൊടുത്ത് നേരിട്ട പ്രസ്ഥാനമാണ് തൻ്റേത് എന്നും ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത് എന്നുമായിരുന്നു AK ബാലന്റെ ഇത്തരത്തിലെ പരാമർശമെന്ന് പറയപ്പെടുന്നത്. സത്യത്തിൽ BJP പോലും രാഷ്ട്രീയം ആയുധമാക്കാത്ത മാറാട് കലാപത്തെ അതിനെ ആയുധമാക്കുവാൻ CPM ശ്രമിക്കുന്നത് എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ അമീറായിട്ടുള്ള P മുജീബ് റഹ്മാൻ ഈ സംവിധാനത്തിന്, ഈ സംഭവത്തിനെ, ഈ ഇത്തരത്തിലുള്ള വിമർശനത്തിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മാറാട് കലാപത്തിന്റെ മുറിവുണക്കാൻ അന്ന് ശ്രമിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറയപ്പെടുന്നത്. മുജീബ് റഹ്മാൻ, അന്നത്തെ അമീർ സിദ്ദിഖ് ഹസനാണ് മാറാട് സന്ദർശിച്ച് ഇരു വിഭാഗങ്ങളുമായിട്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്നത് എന്ന് പറയപ്പെടുന്നു. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവാണ് മാറാട് എന്ന് പറയപ്പെടുന്നത്. മുതിർന്ന CPM നേതാവായിട്ടുള്ള AK ബാലൻ അഭിനവ ഗീബൽ സാഗരത് എന്ന് കൂടി P മുജീബ് റഹ്മാൻ പറഞ്ഞു വെക്കുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള AK ബാലന്റെ പ്രസ്താവനയോടുള്ള മറുപടിയായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി അമീർ വാർത്താ സമ്മേളനത്തിൽ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ തുറന്നടിച്ചത്. വെള്ളാപ്പള്ളിയെ പുറത്തും AK ബാലനെ അകത്തും നിർത്തിയുള്ള വർഗീയ വിഷം ചീറ്റൽ പ്രബുദ്ധ കേരളം വിവേകത്തോടെ തിരിച്ചറിയുന്നുണ്ട് എന്ന് CPM മനസ്സിലാക്കണമെന്നും, ജമാഅത്തെ വിമർശിക്കാം, പക്ഷെ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് CPM ശ്രമിക്കരുത് എന്നുകൂടി അദ്ദേഹം അമീർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു.
മാറാട് കലാപത്തിന്റെ മുറിവുണക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത് എന്നും അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആന്റണി തന്നെ പലവട്ടം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കലാപങ്ങൾ നടക്കുന്ന എല്ലായിടത്തും അതിനെ തണുപ്പിക്കുവാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അമീർ പറയുന്നത്. 75 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം സമൂഹത്തിന് ഉപകാരപ്പെടാത്ത ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നും മുജീബ് റഹ്മാൻ പറയുന്നുണ്ട്. ഇടതുപക്ഷം കൂടിയുള്ള ഒരു കേരളം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അതാണ് ആവശ്യവും. ജമാഅത്തിനെ ടൂളാക്കിയുള്ള CPM നീക്കം അപകടകരമാണ് എന്നതാണ്. അതിൽ നിന്ന് പിന്മാറണം. സംഘപരിവാറിനെ തടയുന്നതിന് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ബാധ്യത, ഇതിനായിട്ട് ഇടത് വലത് സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പി മുജീബ് റഹ്മാൻ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇടതുവല സംഘടന ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കില്ലായിരുന്നു എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക എന്ന് പറയുന്നു. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ BJP കടന്നു വരുന്നതിനെ CPM-ഉം കോൺഗ്രസും ചെറുക്കണമെന്നാണ് ജനങ്ങളുടെ നിലപാട് എന്ന് അറിയുക എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മുജീബ് റഹ്മാൻ. കേരളത്തിൽ ഒരു വർഗീയ ഏറ്റുമുട്ടലുകളിലോ സംഘർഷങ്ങളിലോ ജമാഅത്തെ ഇസ്ലാമി പങ്കാളിത്തം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എല്ലായിടങ്ങളിലും സൗഹൃദവും സമാധാനവും ഉറപ്പാക്കുവാൻ ശ്രമിച്ച സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. 1991 പാലക്കാട്ടെ സുറാജുനിസ വധത്തിന് പിന്നിൽ അതിനുശേഷം ഉയർന്ന കലാപാന്തരീക്ഷം അവസാനിപ്പിക്കുവാൻ സൗഹൃദവേദി രൂപീകരിച്ച് സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാദാപുരം കലാപം നടന്ന വേളയിൽ എന്താണ് CPM നിർവഹിച്ചത് എന്നതടക്കം പറയേണ്ടതാണ്. അവിടെ നിയമം കയ്യിലെടുക്കുകയായിരുന്നുവെങ്കിൽ അവർ TP ചന്ദ്രശേഖരനെ 51 വെട്ടിൽ കൊന്നപ്പോൾ മാഷാ അല്ലാഹ് എന്ന വാഹനത്തിന് പുറത്ത് സ്റ്റിക്കർ പതിച്ചത് ഒരു കലാപത്തിന്റെ വിത്ത് വിതയ്ക്കാനായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് കൂടി ഇവർ മറുപടി പറയേണ്ടി വരും. ഒരുപാട് കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രക്തക്കറ പുരണ്ട, അതിനായിട്ട് കൊട്ടേഷൻ സംഘങ്ങളെ സൃഷ്ടിച്ച, കൊടിസുനിമാർക്ക് സുഖവാസം ഒരുക്കിയ പാരമ്പര്യം CPM-നല്ലാതെ മറ്റാർക്കാണുള്ളത്? എന്നാൽ ഇത്തരത്തിലൊരു കൊലപാതകമോ കലാപമോ ജമാഅത്തിന്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ധ്രുവീകരണ പ്രവർത്തനങ്ങളിലും പേര് പോലും പരാമർശിക്കപ്പെടാത്ത ജനാധിപത്യപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള സാഹോദര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ത് വർഗീയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് CPM വ്യക്തമാക്കണമെന്ന് പി മുജീബ് റഹ്മാൻ പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുപിടിക്കുവാൻ CPM-ന് കഴിഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള സൂചനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് CPM പാഠം പഠിക്കേണ്ടതല്ലേ? മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? വിവേകമുള്ളവർ CPM-ൽ ഉണ്ടെങ്കിൽ AK ബാലനെ തിരുത്തേണ്ടതല്ലേ? ജമാഅത്തിന് പ്രത്യേക രാഷ്ട്രീയമില്ല. BJP-യെ തോൽപ്പിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ താല്പര്യം ഒഴിവാക്കിയും ജയിക്കുന്നവരെ പിന്തുണച്ചും മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം, ദേശീയ തലത്തിൽ മുസ്ലിം വോട്ടുകൾ ശിഥിലമാകാതെ ശ്രദ്ധിക്കുന്ന പ്രസ്ഥാനം. മൗദൂദി ഒരിക്കലും ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും കോൺഗ്രസുമായിട്ട് ഏറെ സംഘർഷപ്പെട്ടിട്ടുണ്ട് എന്നും ഇനിയും പ്രതിഷേധിക്കുന്ന ഘട്ടമുണ്ടായാൽ പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. CPM നിലപാട് തിരുത്തിയാൽ ഇനിയും അവരെ പിന്തുണയ്ക്കുമെന്ന് കൂടി ജമാഅത്തെ ഇസ്ലാമി ഓർമ്മിപ്പിക്കുകയാണ്. 2011 വരെ പിന്തുണ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമുന്നണി നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. CPM ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്ന് കരുതുന്നില്ല. ജമാഅത്ത് RSS-ഉമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. വിവിധ മുസ്ലിം സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പി മുജീബ് റഹ്മാൻ അടക്കം പറയുന്നത്. ജമാഅത്തിനെ ടൂളാക്കിക്കൊണ്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുവാനുള്ള CPM-ന്റെ നീക്കം അത് അപകടകരമാണ്. അപരമത വിദ്വേഷം പടർത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് CPM പറയേണ്ടതാണ്. ഒരു കേസെങ്കിലും ഈ 10 വർഷത്തിനിടെ കേരളത്തിൽ LDF സർക്കാർ എടുത്തിരുന്നു എന്നും ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഭരണം ഭരിച്ചു കളയാം എന്ന് പറയപ്പെടുന്നത് ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് CPM-ആണ്. പക്ഷെ CPM പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ്. പലപ്പോഴും പല സമയങ്ങളിലും അവരുടെ തന്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത്, തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ലഭിക്കുന്ന വോട്ടുകൾ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ലഭിക്കട്ടെ എന്ന് പറയപ്പെടുന്ന ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രിയായിട്ടുള്ള AK ബാലന്റെ ഈ പ്രസ്താവനകളെ വളരെ കൃത്യമായി CPM തള്ളുകയാണ്. മുഹമ്മദ് റിയാസ് അടക്കം തള്ളിക്കളയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു പ്രസ്താവനയെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനൊരു പ്രസ്താവന, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് ഇവിടെ വർഗീയ വിഷം ചീറ്റി ഇവിടെ ഒരിക്കലും ജയിക്കേണ്ട ആവശ്യം CPM-ന് ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ അത് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ നിലപാടാണ്. വളരെ കൃത്യമായിട്ടും
മുൻ മന്ത്രിയായിട്ടുള്ള AK ബാലനെ പിണറായി വിജയൻ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സംവിധാനം എത്തി നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു സംഘടനയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നുള്ള മുഖ്യന്റെ തിട്ടൂരം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അക്ഷരം മിണ്ടണമെങ്കിൽ AK ബാലന് പിണറായിയുടെ മൗനാനുവാദം വേണം, സമ്മതം വേണം.